തങ്കളം കോഴിപ്പിള്ളി ബൈപ്പാസ് റോഡിൽ വാഹന ഗതാഗതം വർദ്ധിച്ചതോടെ ഇവിടുത്തെ രാത്രി സഞ്ചാരത്തിന് വെളിച്ച സൗകര്യം ഒരുങ്ങുന്നു. ആദ്യ റീച്ചിൽ റോഡ് ലൈറ്റനിംഗ് സിസ്റ്റം സ്ഥാപിക്കുന്നതിന് 65 ലക്ഷം രൂപ അനുവദിച്ചതായി ആന്റണി ജോൺ MLA അറിയിച്ചു. റോഡ് നിർമ്മാണം പൂർത്തിയായതോടുകൂടി രാത്രി പകൽ വ്യത്യാസമില്ലാതെ നൂറുകണക്കിന് വാഹനങ്ങളാണ് പാതയിലൂടെ കടന്നുപോകുന്നത്. എന്നാൽ രാത്രിയിൽ വെളിച്ചത്തിന്റെ അപര്യാപ്തത ഏറെയുണ്ട്. അതിനാൽ വന്നു ചേർന്നേക്കാവുന്ന അപകടങ്ങൾ ഇല്ലാതാക്കാൻ കോതമംഗലം തങ്കളം കോഴിപ്പള്ളി ബൈപ്പാസ് ആദ്യ റീച്ചിൽ റോഡ് ലൈറ്റനിംഗ് സിസ്റ്റം സ്ഥാപിക്കുന്നതിന് MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 65 ലക്ഷം രൂപ അനുവദിച്ചതായി ആന്റണി ജോൺ MLA അറിയിച്ചു. ഇത് 4.5 കോടി രൂപ മുടക്കിയിട്ട് ആദ്യ ഭാഗത്ത് തങ്കളം മുതൽ നമ്മുടെ കലാ ഓഡിറ്റോറിയം വരെ വരുന്ന പ്രദേശത്തെ ബൈപ്പാസിൻ്റെ നിർമ്മാണം ഇപ്പോൾ നമ്മൾ വളരെ ഭംഗിയായി അതിപ്പോൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. ഈ റോഡിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചതിന് ശേഷം ഇപ്പോൾ ഇവിടെ ഉണ്ടായ ഒരു പോരായ്മ എന്നുള്ളത് ആവശ്യത്തിന് വെളിച്ച സംവിധാനം ഇപ്പോഴാണെങ്കിൽ പ്രധാന നമ്മുടെ ദേശീയപാതയെയും അതോടൊപ്പം തന്നെ ആലുവ മൂന്നാർ റോഡിനെയും മറ്റ് കോളേജ് ജംഗ്ഷൻ തങ്കളം ബൈപ്പാസ് റോഡിനെയും എളമ്പറയ്ക്ക് പോകുന്ന റോഡുമൊക്കെയായി ബന്ധപ്പെട്ടും ഒരുപാട് റോഡുമായി കണക്ട് ചെയ്യുന്ന ഒരു റോഡ് എന്നുള്ള നിലയിൽ മറ്റ് റോഡുകളേക്കാൾ കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. ഇപ്പോൾ തന്നെ നമുക്ക് കാണാം, നമ്മളിവിടെ നിൽക്കുമ്പോൾ തന്നെ നിരവധി വാഹനങ്ങളാണ് കടന്നു പോകുന്നത്. അപ്പോൾ പ്രത്യേകിച്ചും രാത്രി കാലങ്ങളായാൽ ഇവിടെ രാത്രി കാലങ്ങളിൽ ആവശ്യത്തിന് വെളിച്ചമില്ല എന്നുള്ളത്, ഇവിടെ നേരത്തെ ലൈൻ വലിച്ചിട്ടുള്ള ഒരു സംവിധാനമൊന്നും ഈ റോഡിനകത്ത് ഉണ്ടായിരുന്നില്ല, ഇലക്ട്രിക് ലൈൻ വലിച്ചിട്ടുള്ള അത്തരം സൗകര്യങ്ങളൊന്നും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് MLA ഫണ്ടിൽ നിന്ന് നമ്മൾ 65 ലക്ഷം രൂപ ഈ റോഡ് ലൈറ്റിനിങ് സിസ്റ്റം സ്ഥാപിക്കുന്നതിന് വേണ്ടി അനുവദിക്കുകയും അതിൻ്റെ ടെൻഡർ നടപടിയും മറ്റ് സാങ്കേതിക പ്രവർത്തനങ്ങളും ഒക്കെ പൂർത്തീകരിച്ച് ഇപ്പോഴാ ലൈറ്റുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തിയാണ് ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. ഈ റോഡിൻ്റെ ബൈപ്പാസ് റോഡിൻ്റെ രണ്ട് വശങ്ങളെന്ന് പറയുമ്പോൾ കലാ ഓഡിറ്റോറിയം മുതൽ അങ്ങോട്ട് തങ്കളം ലോറി സ്റ്റാൻഡ് വരെയും അവിടെ നിന്നും ആലുവ മൂന്നാർ റോഡിലേക്ക് കണക്ട് ചെയ്യുന്ന പ്രദേശത്ത് വരെയുമായിട്ടാണ് ഏതാണ്ട് 73 ലൈറ്റുകളാണ് നമ്മൾ ഇപ്പോൾ സ്ഥാപിച്ചു വരുന്നത്. 65 ലക്ഷം രൂപയാണ് അത് MLA ഫണ്ടിൽ നിന്നും അതിനുവേണ്ടി നീക്കി വെച്ചിട്ടുള്ളത്. ഇരുവശങ്ങളിലുമായി 60 വാട്ടിന്റെ 73 LED ലൈറ്റുകളാണ് സ്ഥാപിക്കുന്നത്. ലൈറ്റുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തി വേഗത്തിൽ പൂർത്തീകരിച്ച് കണക്ഷൻ ലഭ്യമാക്കി ഇവ പ്രവർത്തന സജ്ജമാക്കുമെന്ന് ആന്റണി ജോൺ MLA പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മീഡിയ 60 കോതമംഗലം.